നവംബർ 9 ഞായറാഴ്ച. യോഹന്നാൻ 2:13 മുതൽ 22 വരെ വാക്യങ്ങൾ. ഇന്ന് തിരുസഭ സെയിൻറ്റ് ജോൺ ലാറ്ററൻ ബസിലിക്കയുടെ പ്രതിഷ്ഠ തിരുനാൾ ആഘോഷിക്കുന്നു. മാർപ്പാപ്പയുടെ കത്തീഡ്രലും ലോകമെമ്പാടുമുള്ള എല്ലാ ദേവാലയങ്ങളുടെയും പ്രധാന ദേവാലയവുമാണ് ഇത്. ഈ ബസിലിക്ക മാർപ്പാപ്പയുമായുള്ള നമ്മുടെ ഐക്യത്തെയും ആഗോള സഭയുടെ നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പങ്കിനോടുള്ള നമ്മുടെ ബഹുമാനത്തെയും പ്രതീകപ്പെടുത്തുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ പെസഹ പെരുന്നാളിൻ്റെ സമയത്ത് യേശു ജെറുസലേമിൽ പോകുന്നത് നാം കാണുന്നു. അവൻ ദേവാലയ മുറ്റത്ത് പ്രവേശിക്കുമ്പോൾ യാഗങ്ങൾക്കായി കന്നുകാലികളെയും ആടുകളെയും പ്രാവുകളെയും വിൽക്കുന്ന വ്യാപാരികളുടെയും കറൻസി കൈമാറ്റം ചെയ്യുന്നവരുടെയും തിരക്കേറിയ ഒരു രംഗം അദ്ദേഹം കാണുന്നു. മൃഗങ്ങളുടെ ശബ്ദവും നാണയങ്ങളുടെ ശബ്ദവും കൊണ്ട് അന്തരീക്ഷം നിറഞ്ഞിരിക്കുന്നു. ഒരു വല്ലാത്ത അന്തരീക്ഷം. യേശുവിനോടൊപ്പം അവിടുത്തെ ശിഷ്യന്മാരുമുണ്ട്. അവർ ഈ രംഗം കാണുന്നു. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നുള്ള ഇസ്രായേൽക്കാരുടെ മോചനത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു പ്രധാന യഹൂദ ഉത്സവമായ പെസഹ ആഘോഷത്തിനായി ആണ് ആളുകൾ ജെറുസലേമിലേക്ക് വരുന്നത്. യഹൂദ ആരാധനയുടെ കേന്ദ്രമായ ദേവാലയം യാഗങ്ങൾ അർപ്പിക്കാനും അവരുടെ മതപരമായ കടമകൾ നിറവേറ്റാനും എല്ലായിടത്തു നിന്ന് വരുന്ന ആളുകളാൽ തിങ്ങി നിറഞ്ഞിരുന്നു. തൻ്റെ പിതാവിൻ്റെ ഭവനം അശുദ്ധമാക്കപ്പെട്ടതിൽ നീതിയുക്തമായ കോപത്താൽ നിറഞ്ഞ യേശു നാണയം മാറ്റക്കാരുടെ മേശകൾ മറിച്ചിടുകയും വ്യാപാരികളെ പുറത്താക്കുകയും ചെയ്തു. എൻ്റെ പിതാവിൻ്റെ ഭവനം ഒരു ചന്തയാക്കി മാറ്റുന്നത് നിർത്തുക എന്ന് അവിടുന്ന് പ്രഖ്യാപിച്ചു. ദേവാലയം ശുദ്ധീകരിക്കുന്ന ഈ നാടകീയ പ്രവൃത്തി യേശുവിൻ്റെ അധികാരത്തിൻ്റെയും ആരാധനയുടെ വിശുദ്ധിയോടുള്ള അവൻ്റെ തീക്ഷ്ണതയുടെ ശക്തമായ പ്രകടനമായി വർത്തിക്കുന്നു. ഈ പ്രവൃത്തിക്ക് ആഴത്തിലുള്ള ആത്മീയ അർത്ഥമുണ്ട്. ഇത് യഥാർത്ഥ ആരാധനാ സ്ഥലവും ദൈവവുമായുള്ള ബന്ധവും ഒരു ഭൗതിക കെട്ടിടമല്ല, മറിച്ച് നമ്മിൽ തന്നെയാണെന്ന് സൂചിപ്പിക്കുന്നു. താൻ പുതിയ ദേവാലയമാണെന്നും മനുഷ്യവർഗത്തിനും ദൈവത്തിനും ഇടയിലുള്ള ആത്യന്തിക ബന്ധമാണെന്നും യേശു കാണിക്കുന്നു. യേശു തന്നെ ദേവാലയമെന്ന് പരാമർശിച്ചതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, മറിച്ച് നമ്മിൽ ഓരോരുത്തരിലും വസിക്കുന്നു എന്നതിൻ്റെ ശക്തമായ ഓർമ്മപ്പെടുത്തലാണിത്. ഈ ആശയം നമ്മൾ മനസ്സിലാക്കുമ്പോൾ യഥാർത്ഥ ആരാധന വെറും ആചാരങ്ങളും പാരമ്പര്യങ്ങളും മാത്രമല്ല എന്ന് നമുക്ക് മനസ്സിലാകും. അത് നമ്മിലും മറ്റുള്ളവരിലുമുള്ള ദിവ്യ ജ്യോതിസിനെ തിരിച്ചറിയുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നത് വിശുദ്ധിയുടെയും പുതുക്കലിൻ്റെയും ആഴമായ പ്രതീകമാണ്. നമ്മുടെ സ്വന്തം ആന്തരിക ദേവാലയത്തെക്കുറിച്ചും അവയെ എങ്ങനെ ശുദ്ധവും നിർമ്മലവുമായി നിലനിർത്താമെന്നും ചിന്തിക്കാൻ ഇന്നത്തെ തിരുനാൾ നമ്മെ ക്ഷണിക്കുന്നു. ഇന്ന് നവംബർ 9 റെഡംപ്റ്ററിസ്റ്റ് സന്യാസഭയുടെ സ്ഥാപക ദിനമാണ്. 1732 നവംബർ 9 ഇറ്റലിയിലെ സ്കാല എന്ന സ്ഥലത്ത് വിശുദ്ധ അൽഫോൺസ് ലിഗോറിയും കൂട്ടാളികളും സിസ്റ്റേഴ്സിൻ്റെ ഒരു ചാപ്പലിൽ ഒത്തുകൂടി യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിനായി തങ്ങളുടെ ജീവിതം സമർപ്പിച്ചു. ഇന്ന് ലോകമെമ്പാടുമായി 4500ഓളം റെഡംപ്റ്ററിസ്റ്റ്
വൈദികർ ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുന്നതിൽ വ്യാപൃതരായിരിക്കുന്നു. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.